കില്ലാടികളെ നമ്മുടെ നടി ആക്രമിച്ച കേസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴല്ല, അത് ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ദേശീയ ദിലീപേട്ടൻ പൾസർ സുനി അങ്ങനെ കുറെ പേര് അടങ്ങുന്ന കേസ്. അത് ഓരോരുത്തരായി ലിങ്ക് ചെയ്ത് വന്നു. എന്താ വെച്ചാൽ കേസ് കുറെ കാലം നീണ്ടു. ആ സമയത്ത് ഇപ്പോഴല്ല, ഏകദേശം എത്ര കൊല്ലം മുമ്പ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നടി ആക്രമിച്ച കേസിൽ ദിലീപ് കൊണ്ട് അന്ന് വൻ രീതി ദിലീപായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഫുള്ള് അറസ്റ്റ് വരെ നടന്നില്ല. അറസ്റ്റ് നടന്ന ശേഷം പിന്നെ ദിലീപേട്ടൻ തിരിച്ചു വരവായിരുന്നു നമ്മൾ ആ ഒരു രാമലീല എന്ന് പറയുന്ന ഒരു പടം കണ്ടത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ വിധി വന്നിരിക്കുകയാണ് ചേട്ടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇലക്ഷൻ റൈസോ വിധിയൊക്കെ വന്നു. അതിന്റെ ദിലീപേട്ടനെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കോടതി ദിലീപേട്ടൻ പ്രതിയില്ലാതെ കുറ്റവിമുക്തനാക്കി വിട്ടിരിക്കുകയാണ് ചേട്ടല്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ആഘോഷിക്കുകയാണ്. എന്ന് വെച്ചാൽ ദിലീപേട്ടൻ അന്ന് കുറ്റം പറഞ്ഞവർ കുറെ പേരുണ്ട്, അന്ന് താഴ്ത്തി പറഞ്ഞവർ കുറെ പേരുണ്ട്. അത് സിനിമ പോലും കിട്ടാത്ത ചാൻസ് എന്താണ് ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ദിലീപേട്ടന്. അപ്പൊ അവരൊക്കെ എന്താ വെച്ചാൽ അവരെല്ലാവരും ഇപ്പൊ ആഘോഷം കൊണ്ടേ ഇരിക്കേണ്ടി ചേട്ടല്ലേ. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ ചെറിയൊരു ദിലീപേട്ടൻ അറിയാവുന്ന സീന് നമ്മൾ ന്യൂസ് ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് ചേട്ടല്ലേ. അത് ഞാനൊന്ന് വെക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ. ദിലീപ് കുറ്റവിമുക്തൻ എന്ന പ്രധാനപ്പെട്ട വിധി വരുന്നു. നടിയാക്രമണ കേസിൽ 8ാം പ്രതി ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. കോടതിക്ക് പുറത്ത് ആഘോഷം എന്ന പ്രധാനപ്പെട്ട വിവരം. ഇതാ പ്രേക്ഷകരെ, ആദ്യം ഈ വിവരം പ്രേക്ഷകരെ അറിയുക. ദിലീപിനെ വെറുതെ വിട്ടു. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു എന്ന നിർണായകമായിട്ടുള്ള വിവരം ഇതാ പുറത്തു വരുന്നു. കോടതിക്ക് പുറത്ത് ആഘോഷമാണെന്ന് PB അനൂപ് ഇപ്പോഴേ, എന്ന് വെച്ചാൽ നേരത്തെ തന്നെ അതിന് തയ്യാറെടുത്തിരിക്കുകയാണ് ദിലീപിന്റെ ആരാധകർ. ദിലീപിനെ വെറുതെ വിട്ടു എന്ന നിർണായകമായ വിവരം. ദിലീപിന് മേൽ ചുമത്തിയിരുന്ന ഗൂഢാലോചന കുറ്റം, ദിലീപിന് മേൽ ചുമത്തിയിരുന്ന മറ്റു കുറ്റങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല എന്നതിന് അടിസ്ഥാനം എന്നാണ് മനസ്സിലാവുന്നത്. കാണുന്ന കാഴ്ച ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. അങ്ങനെ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നു എന്ന നിർണായകമായ വിവരം. ദിലീപിന്റെ ഫാൻസ് സംഘടിച്ചിട്ടുണ്ട് കോടതി പരിസരത്ത്. അവർ ആഘോഷം തുടങ്ങിക്കഴിയുന്നു എന്നുള്ളതാണ്. നോക്കൂ, കാത്തിരുന്ന ദിലീപേട്ടന്റെ ഫാൻസ് ഒന്നടക്കം, ദിലീപേട്ടന്റെ ഫാൻസും പിന്നെ ബാക്കി എല്ലാവരും ഒന്നടക്കം ആഘോഷത്തോടെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ അന്ന് കുറെ പേര് കുറ്റം പറഞ്ഞില്ല. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അന്ന് ദിലീപേട്ട ഒരു വിധി വന്ന സമയത്ത് കുറെ പേര് കുറ്റം പറയുന്നുണ്ടായിരുന്നു. മനസ്സിലായി, കൂടെ നിൽക്കുന്നവർ പോലും ആ ഒരു കുറ്റം പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫൈനലി അത് ആ ഒരു പ്രശ്നം വിട്ടിരിക്കുകയാണ് ചേട്ടൻ. എന്ന് വെച്ചാൽ ദിലീപേട്ടനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. പൾസർ സുനി പിന്നെ അങ്ങനെ കുറച്ച് കൂട്ടാളികൾക്കും എതിരെ കേസായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നന്നായി, ദിലീപേട്ടൻ കുറ്റവിമുക്തനായിരിക്കുകയാണ്. കേക്ക് മുറിക്കുന്നു, ആഘോഷം നടത്തുന്നു, എല്ലാം പറഞ്ഞില്ല. എന്ത് ചെയ്യാൻ പറഞ്ഞത്, നമ്മളൊരു സംഭവം അറിയാതെ ഒരിക്കലും ഒരാളെ കുറ്റം പരിചയപ്പെടുത്താൻ പറ്റില്ല ചേട്ടല്ലേ. അതിനൊരു മികച്ച ഉദാഹരണമാണ്, എക്സാമ്പിളാണ് നമ്മുടെ ദിലീപേട്ടൻ എന്ന് പറയുന്നത് ചേട്ടല്ലേ. ഇനി എന്തായാലും നമുക്ക് ബാക്കി ഇനി വരും അപ്ഡേറ്റുകൾ നോക്കാൻ ചേട്ടല്ലേ. എന്തായാലും ഈ ഒരു വിധി വന്നത് നന്നായി ഈ സമയത്തെങ്കിലും. ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെയും പല പ്രശ്നങ്ങൾക്കും പല പ്രശ്നങ്ങളും ഇതിന്റെ പേരിൽ വന്നേനെ. അപ്പൊ നമുക്ക് ബാക്കി അപ്ഡേറ്റുകൾ നോക്കാൻ ചേട്ടല്ലേ.